ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലെ മൂന്നാമത്തെ പോയിൻ്റാണ്. നമ്മൾ ആദ്യത്തേൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റുകളെല്ലാം പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗ്രാറ്റുവിറ്റിയാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് എൻകാഷ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് അല്ലെങ്കിൽ ഏൺഡ് ലീവ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മളൊരു ജോബിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലീവുകൾ, അതായത് എമൗണ്ടോട് കൂടിയിട്ട് നമുക്ക് ലീവ് സാങ്ഷൻ ആക്കാറുണ്ട്. ചില എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏൺഡ് ലീവിന് എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അവർ എൻകാഷ് ചെയ്യാന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ജോബ് കയറിയിട്ട് കുറച്ച് വർഷങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വർഷം നമുക്ക് 30 ദിവസം ശമ്പളത്തോടു കൂടി ലീവിനുള്ള അർഹത ഉണ്ടാവും. അതായിരിക്കാം ആ ഒരു സ്കീമിൽ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എത്ര വർഷമാണോ സർവീസ് ചെയ്യുന്നത് ആ വർഷത്തിലെ ഓരോ മാസവും നമുക്ക് ഏൺഡ് ലീവിന് അർഹത ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏൺഡ് ലീവിന് അർഹത ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ഈ 30 ദിവസത്തെ ക്യാഷ് നമുക്ക് വാങ്ങാവുന്നതാണ്. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷവും നമുക്കിത് എൻകാഷ് ചെയ്തെടുക്കാം. ജോലിയിൽ ഇരിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് ടാക്സബിൾ ആണ്. ഇഫ് എൻകാഷ്മെൻറ്റ് ഈസ് ഡൺ വൈൽ ഇൻ സർവീസ്, നമ്മൾ ജോലിയിൽ ഇരിക്കെ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന 30 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി, അത് നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് എടുക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഈ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ അത് ടാക്സബിൾ ആണ്. ഈ ഒരു ടാക്സിന്ന് എക്സെംഷൻ കിട്ടണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? എൻകാഷ്മെൻറ്റ് ഈസ് ഡൺ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് എൻകാഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടാക്സിൽ ഇളവുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള എംപ്ലോയീസാണ് ഉള്ളത്. ഒരു ഗവൺമെൻറ് എംപ്ലോയിക്കാണ് എൻകാഷ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എങ്കിൽ അത് ഫുൾ എമൗണ്ടും എക്സെംഷൻ ഉണ്ട്. ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുൾ എമൗണ്ടും എക്സെംറ്റഡ് ആണ്. ഏത് കേസിൽ? ഏൺഡ് ലീവിൻ്റെ കേസിൽ, അല്ലെങ്കിൽ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവിൻ്റെ അല്ലെങ്കിൽ ഏൺഡ് ലീവ് സാലറി എന്നൊക്കെ പറയാം. രണ്ടാമത്തെ കേസിലാണ് നമുക്ക് ക്രൈറ്റീരിയകളൊക്കെ എപ്പോഴും വരുന്നത്. അതായത് ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അതിന് 4 ക്രൈറ്റീരിയയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാക്സിമം 10 months സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ്. നമ്മൾ എപ്പോഴാണോ റിട്ടയർ ചെയ്യുന്നത് ആ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുന്നേ ഉള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ്, അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻകാഷ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം നമുക്ക് സർവീസിലിരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരു 25 വർഷം സർവീസുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ 30 ദിവസം എന്ന് പറഞ്ഞാൽ ആ സർവീസ് കണക്കാക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അവർക്ക് 30 ദിവസം, അങ്ങനെ 25 വർഷത്തിൽ ഓരോ 30 ദിവസം കിട്ടുമ്പോൾ അവർക്ക് എത്രയും 25 മാസത്തെ എൻകാഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ലീവൊക്കെ നമ്മളങ്ങനെ എൻകാഷ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയും എമൗണ്ട് കിട്ടാൻ എത്ര വർഷമുണ്ടോ അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ കേസിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നുള്ള ആവറേജ് സാലറിയുടെ ആവറേജ് കാണുക. രണ്ടാമത്തേൽ ഇനിയും നമുക്ക് കിട്ടാനുണ്ട്, എത്ര വർഷത്തെയും കൂടി പെൻഡിങ് ഉണ്ട് എന്നുള്ളത് ആ ഒരു എമൗണ്ട് കണക്കാക്കുക. മൂന്നാമത്തത് 25 lakh ആണ്. നാലാമത്തത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. ഇതാണ് ഈ 4 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കുറവ് എമൗണ്ട് എന്താണോ അതിനായിരിക്കും നമുക്ക് എക്സെംഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ അപ്രൂവ്ഡ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അപ്രൂവ്ഡ് പീരീഡ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് ഓഫ് സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഫോർ ദ അപ്രൂവ്ഡ് പീരീഡ്. നമുക്ക് ഒരു സർവീസിൻ്റെ അനുസരിച്ചാണ് എന്തുണ്ടാവുക? എൻകാഷ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ 25 വർഷം തികഞ്ഞ ഒരാൾക്ക് ഒരു വർഷത്തിൽ 30 ദിവസമാണ് കണക്കെങ്കിൽ നമുക്ക് അങ്ങനെ 25 വർഷം കൊണ്ട് എത്ര കിട്ടും? 25 മാസം വരെ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിൽ ചെയ്യാത്തത് ഏതാണോ അതിനാണ് നമുക്കിവിടെ അവെയിൽ ചെയ്യാത്തതിൻ്റെ
ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ കണക്കാക്കേണ്ടത്. അപ്രൂവ്ഡ് പീരീഡ് മീൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 30 days ഫോർ എവ്രി ഇയർ ഓഫ് സർവീസ്. ഓരോ വർഷത്തെ സർവീസ് ചെയ്യുന്ന ആൾക്കും എന്താണ് 30 ദിവസം വരെ ഈ ഒരു എൻകാഷ്മെന്റിന് അർഹത ഉണ്ട്. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മാസത്തെ സാലറിക്ക് അയാൾ അർഹനാണ്. ലീവ് എടുത്താലും ആ ലീവിന് നമുക്ക് പൈസ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതിനാണ് എൻകാഷ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഒരു വർഷം സർവീസുള്ള ആൾക്ക് ഒരു മാസം 30 ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം വരുന്നുണ്ടല്ലോ, ഒരു മാസം ശമ്പളത്തോടു കൂടി ലീവ് കിട്ടാനുള്ള അർഹത ഉണ്ട്. അങ്ങനെ നമുക്ക് 25 വർഷം ഉണ്ടെങ്കിൽ അപ്പം എത്ര വരും? 25 മാസങ്ങൾ അവിടെ വരും. ഓക്കെ, അതാണ് അപ്രൂവ്ഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളിവിടെയൊക്കെ പറഞ്ഞല്ലോ 10 months സാലറി, സാലറിയുടെ ആവറേജ്. അപ്പം ഇവിടെ എടുക്കേണ്ട സാലറി എന്ന് പറയുന്നത് ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം, കമ്മീഷനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടേൺ ഓവറിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷനും വേണം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു സാലറിയിൽ വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കാം. മിസ്റ്റർ പ്രദീപ് റിട്ടയേർഡ് ഫ്രം ദ സർവീസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഓൺ 1st January 2024. അപ്പോൾ ജനുവരി 1-ാം തീയതി തന്നെ റിട്ടയർ ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന്. ആഫ്റ്റർ സെർവിങ് ഫോർ 25 years. എത്ര വർഷം അവിടെ ജോബ് ചെയ്തിട്ടുണ്ട്? 25 വർഷത്തെ സർവീസിന് ശേഷമാണ് റിട്ടയർ ചെയ്യുന്നത്. ഹിസ് ആവറേജ് സാലറി ഡ്യൂറിങ് ദ 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ് വാസ് ₹19,500. റിട്ടയർമെൻറ്റിൻ്റെ തൊട്ട് മുന്നുള്ള 10 മാസത്തെ ആവറേജ് സാലറി, ഇവർ ഓൾറെഡി നമുക്ക് ആവറേജ് സാലറി തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇനി നമുക്കത് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ സാലറി മാത്രം പറഞ്ഞു വെച്ചാൽ നമ്മൾ അതിൻ്റെ ആവറേജ് കൂടി കാണണം. ഇവിടെ ആവറേജ് സാലറി എന്ന് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. ഹി ഹാഡ് 8 months ഏൺഡ് ലീവ് ടു ഹിസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനിയും 8 മാസത്തെ എൻകാഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 25 വർഷം സർവീസ് ആകുമ്പോൾ ഇയാൾക്ക് എത്ര കിട്ടും? 25 മാസത്തെ ശമ്പളം അല്ലെങ്കിൽ എൻകാഷ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനി എത്ര പെൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്? 8 മാസത്തെ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം അയാൾ ഓൾറെഡി എൻകാഷ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഓക്കെ, അപ്പോൾ 25 വർഷത്തിൽ 25 മാസത്തെ സാലറിക്ക് അല്ലെങ്കിൽ എൻകാഷ്മെൻറ്റിന് അർഹനായ വ്യക്തിയാണ്. ഇനി പെൻഡിങ് ഉള്ളത് 8 മാസം. അപ്പോൾ ബാക്കി എന്താണ്? 17 മാസത്തെയും അവർ എൻകാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി റിട്ടയർ ചെയ്യുന്ന സമയത്ത് 1,58,600 രൂപ എൻകാഷ് ചെയ്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പം നമ്മളോട് ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രൈറ്റീരിയ നോക്കുക. ആദ്യത്തെ ക്രൈറ്റീരിയ എന്താ? റിട്ടയർമെൻറ്റിന് തൊട്ട് മുന്നുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 19,500 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 19,500 ഇൻറ്റു 10 മാസത്തെ സാലറി, അപ്പോൾ 1,95,000 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 months സാലറിയാണ് ഇവിടെ കാണേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഇനി എത്ര മാസത്തെ എൻകാഷ് ചെയ്യാനുണ്ട്? 8 മാസത്തെ. അപ്പോൾ ഈ 19,500 വെച്ചിട്ട് ഇനി 8 മാസത്തേക്കും കൂടി എലിജിബിൾ ആണ്. അത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 1,56,000 അവിടെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് 25 lakh ആണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. നാലാമത്തത് ആക്ച്വലി എൻകാഷ് ചെയ്ത് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 1,58,600 കിട്ടിയിട്ടുണ്ട്. ഈ 4 എമൗണ്ട് നമുക്കിവിടെ കിട്ടി. ഇനി ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? 1,56,000 ആണ്. സോ ദർഫോർ 1,56,000 ഈസ് എക്സെംപ്റ്റ് ആൻഡ് 2,600 ഈസ് ടാക്സബിൾ. നമുക്ക് കിട്ടിയ എമൗണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട്. ഇതാണ് ഏറ്റവും കുറവായിട്ട് നമുക്ക് കിട്ടാൻ പോണ എക്സെംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് വരെ എന്താണ് നമുക്ക് എക്സംഷൻ കിട്ടി. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 2,600 രൂപയാണ് ടാക്സബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തത് ആവറേജ് സാലറി ഇൻറ്റു 10 months. പിന്നെ നോക്കുന്നത് എത്രയാണോ എൻകാഷ് ചെയ്യാൻ ഇനി പെൻഡിങ് ഉള്ളത് ആ എമൗണ്ട്. പിന്നെ 25 lakh ആൻഡ് ലാസ്റ്റ് ആക്ച്വലി റിസീവ്ഡ്. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് എക്സംപ്റ്റ് ചെയ്തു. അതിന് എത്രയാണോ റിസീവ് ചെയ്തതിൽ നിന്ന് അതുവരേക്ക് എക്സംഷൻ കിട്ടി. ബാലൻസ് എമൗണ്ട് എന്താണ്? 2,600 ടാക്സബിൾ ആണ്.
ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മിസ്റ്റർ ദാസ് വാസ് എംപ്ലോയ്ഡ് ഇൻ എ കമ്പനി ഇൻ ഡൽഹി. He retired from service on 1st February 2024 after completing 25 years of service from 1st August 2022. His pay scale was 15,300, 20,000. Was getting DA 30% of basic pay, which is also considered for computing retirement benefits. He had already encashed earned leave for 17 months. He was paid 1,85,000 on encashment after retirement. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡൽഹിയിലെ ഒരു കമ്പനിയിലാണ് ജോലി ഉണ്ടായിരുന്നത്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നത് 1st February 2024 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 25 years ഓഫ് സർവീസ്. അപ്പോൾ 25 വർഷം സർവീസിലിരുന്ന വ്യക്തിയാണ്. റിട്ടയർമെൻറ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 1st Februaryയിലാണ്. August 1, 2022 ആ സമയത്ത് അവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ ഇനി അടുത്ത ഓഗസ്റ്റിൽ ഇയാൾക്ക് എത്രയായിട്ട് മാറും? അത് 15,000 കഴിഞ്ഞാൽ 15,300 ആയിരിക്കും അടുത്ത ഓഗസ്റ്റ് മുതൽ. അതിൻ്റെ അതായത് 1st ഓഗസ്റ്റിന് ഇതാണെങ്കിൽ അടുത്ത ഓഗസ്റ്റ് 2023 15,300 ആണ്. നെക്സ്റ്റ് 24 15,600 ആവും. അങ്ങനെയാണ് ഇത് കൂടുന്നത്. ഇനി DA 30%, ബേസിക് പേയുടെ 30% DA അലൗ ചെയ്തിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എൻക്യാഷ് ചെയ്തത് 17 months ആണ്. കാരണം 25 വർഷത്തെ സർവീസ് എന്ന് പറയുമ്പം ഒരു വർഷത്തിൽ ഒരു മാസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 25 വർഷത്തിൽ 25 മാസം മൊത്തത്തിൽ. അതിൽ അവർ ഓൾറെഡി 17 മാസം എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി ബാക്കി എത്ര പെൻഡിങ് ഉള്ളൂ? 8 മാസത്തെയും കൂടി 25ലേക്ക് എത്താൻ പെൻഡിങ് ഉള്ളൂ. അപ്പം ഇനി അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇവിടെ നമുക്ക് ആവറേജ് പേ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ 15,000 ആണ് 1st ഓഗസ്റ്റിനെങ്കിൽ അത് ഇൻറ്റു എത്ര മാസം വരെ നമുക്ക് വരിക? 4 മാസം വരെയൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. കാരണം 2023, 24 പ്രീവിയസ് ഇയറിലാണ് നമ്മളിപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 23, 24 എന്ന് പറയുമ്പം 23 ഏത് മുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി വരെയാണ് നമുക്കിവിടെ. ഫെബ്രുവരിയിലാണ് റിട്ടയർമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം തൊട്ട് മുന്നത്തെ ഈ ഫെബ്രുവരി പറഞ്ഞാൽ ജനുവരി മുതൽ ബാക്കിലേക്ക് 6 മാസവും അതിന് തൊട്ട് മുന്നത്തെ മാസം 4 മാസം കൂടി എടുക്കുമ്പോഴാണ് ഇവിടെ ടോട്ടൽ 10 months ആവുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി മുതൽ എന്ന് പറയുമ്പോൾ എത്ര മാസത്തെയാണ് നമുക്കിവിടെ ഒരു ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഇതാണ് നമ്മുടെ ആ ഒരു എമൗണ്ട് കണക്കാക്കുമ്പോൾ എടുക്കേണ്ട മന്ത്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മന്തിൽ കൺഫ്യൂഷൻ വേണ്ട, കാരണം ആവറേജ് പേ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ ആദ്യം നോക്കുക. ഏപ്രിൽ 2023 ടു മാർച്ച് 24 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നത്. അപ്പോൾ ഏപ്രിൽ 23 നമ്മുടെ സാലറി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 15,000 തന്നെയാണ്. 15,000 ഇൻറ്റു എത്ര മാസം വരെ വരുന്നുണ്ട്? ഏപ്രിലിൽ 15,000, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 4 മാസവും നമ്മൾ 15,000 തന്നെയാണ് വാങ്ങുന്നത്. അതാണ് 15,000 ഇൻറ്റു 4. അതിനുശേഷം ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1 നമ്മളോട് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതലാണ് പേ സ്കെയിൽ ചേഞ്ച് ആവുക. അപ്പം മുതൽ നമുക്ക് എത്ര കിട്ടും? 300 ആഡ് ചെയ്ത് കിട്ടും. അതാണ് അടുത്ത മാസം മുതൽ 15,300 വെച്ചിട്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓഗസ്റ്റ് 1 ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. നമുക്ക് ഇവിടുത്തെ ആ ഇയറിൽ ജനുവരി വരെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളൂ. കാരണം റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 1st ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 1 റിട്ടയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജനുവരി വരെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 15,300 വെച്ചിട്ട് 6 മാസം, അതായത് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയുള്ള ആ കാലയളവിലേക്ക് കിട്ടുന്ന ബേസിക് പേ ഇതാണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 10 മാസം എടുക്കണം എന്നുള്ളതാണോ? റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 10 മാസം പറഞ്ഞാൽ ബാക്കിലോട്ട് നമുക്ക് നോക്കിയാലും കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇവിടെ പേ സ്കെയിൽ തന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കണം എപ്പോഴാണെന്നുള്ളത്. കാരണം ഓഗസ്റ്റ് 22 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റിലാണത് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ 15,300 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 6 മാസം വരെ റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 1,51,800 കിട്ടും. അപ്പോൾ 10 months സാലറി ആയി ഇത്. അതിന് നമ്മൾ ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ എത്ര വരും? ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്രയാണ്?
15,180 എൻ്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15,180-ൻ്റെ 30% ആണ് DA എന്ന് പറയുന്നത്, ബേസിക് പേയിൻ്റെ 30%. അപ്പോൾ 15,180-ൻ്റെ 30% എത്ര? 4,554. അപ്പോൾ ഈ ഒരു എമൗണ്ടും പ്ലസ് അതിൻ്റെ 30%. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 19,734. ഇതാണ് നമുക്ക് കിട്ടുന്ന ആവറേജ് പേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രൈറ്റീരിയയിലേക്ക് കിടക്കാം. 4 ക്രൈറ്റീരിയ ഉള്ളതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ഈ ആവറേജ് സാലറി ഇൻറ്റു 10 months ഇൻറ്റു 10 എടുക്കുക. അപ്പോൾ 1,97,340 കിട്ടി. രണ്ടാമത്തത് ഇതേ ആവറേജ് പേ ഇൻറ്റു, ഇനി എൻകാഷ് ചെയ്യാൻ എത്ര വർഷം ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 17 മാസം എടുത്തു കഴിഞ്ഞു, ബാലൻസിന് 8 മാസം കൂടി 25-ലേക്ക് ഉള്ളൂ. അപ്പം എൻകാഷ് ചെയ്യാനുള്ളത് എത്രയാണ്? 17,734 ഇൻറ്റു 8 മാസത്തെയും കൂടി ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എമൗണ്ട് കിട്ടി. മൂന്നാമത്തത് 25 lakh. നാലാമത്തത് 1,85,000, അതായത് ആക്ച്വലി റിസീവ് ചെയ്തിരിക്കുന്ന എൻകാഷ് ഏൺഡ് ലീവ്. അപ്പം 4 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,57,872 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. ഈ ഒരു എമൗണ്ട് വരെ എക്സംഷൻ കിട്ടും. അപ്പോൾ ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട് 1,85,000-ൽ നമുക്ക് ഈ എമൗണ്ട് വരെ ഇളവ് കിട്ടും. ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് 27,128. ഈ ബാലൻസ് എമൗണ്ട് എന്താണ്? ടാക്സബിൾ ആണ്. അപ്പം ഇങ്ങനെയാണ് ഏൺഡ് ലീവിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10 months-ൻ്റെ സാലറി എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, ആവറേജിൻ്റെ ഒപ്പം DA കൂടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രൈറ്റീരിയയിലേക്ക് വരിക. അപ്പോൾ ആവറേജ് സാലറി ഇൻറ്റു 10 ആണ് ആദ്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എൻകാഷ് ചെയ്യാൻ ഇനി എത്ര മാസം ഉണ്ടോ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. 25 lakh എടുക്കുക ആൻഡ് ലാസ്റ്റ് ആക്ച്വൽ റിസീവ്ഡ് എടുക്കുക. ഇതിൽ ഏതാണോ ലീസ്റ്റ് ആ എമൗണ്ട് ആണ് നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് PF കിട്ടാം, അതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് വരുന്നത് ഒരു എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുമ്പം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലീവ് സാലറി, ഏൺഡ് ലീവ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ അത് എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എത്ര വർഷത്തെ സർവീസ് ഉണ്ടോ, എന്നാണോ റിട്ടയർ ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നത്തെ 10 മാസത്തെ സാലറി ബൈ അതിൻ്റെ ആവറേജ്, എത്രയാണോ സാലറി വരുന്നത് അതിൻ്റെ ആവറേജ് 10 മാസത്തെ ആവറേജ് സാലറി എടുക്കുക. അതിൻ്റെ ഒപ്പം DA ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയയിലേക്ക് മാറുക. ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് പേ ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടത്. 10 months-ൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് എൻകാഷ് ചെയ്യാൻ എത്ര വർഷം ഇനിയും പെൻഡിങ് ഉണ്ടോ മാസം, അത് വെച്ച് എൻകാഷ് ചെയ്തായിട്ട് കാണുമ്പോൾ എത്ര എമൗണ്ട് വരും നോക്കുക. 25 lakh ഫിക്സഡ് ആണ്. ലാസ്റ്റ് പറയുന്നത് ആക്ച്വലി റിസീവ് ചെയ്തിരിക്കുക എത്രയാണ്. ഇതിൽ ഏറ്റവും 4-ലും എക്സംപ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് എക്സംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി റിസീവ് ചെയ്തതിൽ നിന്ന് എക്സംഷൻ കഴിഞ്ഞ് ബാലൻസ് എന്താണോ വരുന്നത് അതാണ് നമുക്ക് ടാക്സബിൾ ആയിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു മൂന്നാമത്തെ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എൻകാഷ്മെൻറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്